ഹായ് ഫ്രണ്ട്സ്, ബൈടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ബൈക്കിൻ്റെ ചെയിൻ പോപ്പുലറായിട്ട് നല്ല രീതിയിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പഠിക്കാമെന്നും അതിൻ്റെ വീലിൻ്റെ അലോയ്ൻമെൻറ്റ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാമെന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകണം. ഓക്കെ. അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടിയെന്ന് വെച്ചാൽ ചെയിൻ ലൂസായ ചെയിൻ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തു ചെയിൻ കാറിൻ്റെ ടോപ്പ് ഊരിയിട്ട് അതിന് നമുക്ക് ഇത് പാഷൻ പ്ലസ് ആണ് കേട്ടോ, വണ്ടി പാഷൻ പ്ലസ് പാഷൻ പ്രോ. അതിന് നമുക്ക് ടൂൾസ് വേണ്ടിയ 17, 19, 23, പിന്നെ 10ൻ്റെ ഡബിൾ എൻഡോ അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ ടീ ആണ് ഉപയോഗിക്കുന്നത്. 3 സ്പാനർ 4 സ്പാനറാണ് വേണ്ടിയത്. അതുകൊണ്ട് സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് 10ൻ്റെ ടീ നമ്മളിങ്ങനെയാണ് ഷോപ്പിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഈ രീതി കാണിച്ചിരുന്നത്. നമ്മൾ ഫസ്റ്റ് ആ ഒരു 15ൻ്റെ പിന്നെ ഈ ഒരു ആക്സിലിൻ്റെ ബോൾട്ട് ഉണ്ടാവും കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ബോൾട്ട്, ആ ബോൾട്ടാണ് നേരെ അപ്പുറത്തെ സൈഡിൽ 19 വരുന്നത്. നമ്മൾ 10 ഇവിടെ ഒന്ന് ലൂസായി കൊടുത്താൽ മതി. പിന്നെ അടുത്തത് നമ്മൾ ലൂസായി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 23 കേട്ടോ. സ്പോക്കറ്റിൻ്റെ ആക്സിലിൻ്റെ ഞെട്ടുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് കണ്ടില്ലേ, അത് നേരെ അതിൻ്റെ അടുത്തുണ്ടാവും. 2 ഞെട്ടാണ് ഇവിടെ ഉണ്ടാവുക. അന്നേരം സ്പോക്കറ്റിൻ്റെ ഞെട്ട് രണ്ടും ലൂസാക്കി ഇട്ടാൽ മതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അതുകൊണ്ട് ഈ ടഫിൽ പിന്നെ ചെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയിന് ഈ ഓയിൽ ഇടാണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാത്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കില്ല. അതുകൊണ്ട് ഓയിൽ ഇട്ടിട്ട് നല്ലോണം ലൂബ്രിക്കേഷനൊക്കെ നടന്ന ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് വീൽ അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു മാർക്ക് ഉണ്ടല്ലേ, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ഈ ഒരു മാർക്ക് നമ്മൾ 2 സൈഡിൽ ഒരേ ലെവലിൽ വെക്കണം. അവിടെ ഈ മാർക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ചെയിന് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഈ സൈഡിൽ നമ്മളൊരു 2 പോയിൻറ്റ് തിരിക്കുകയാണെങ്കിൽ അതേ പോയിൻ്റ് തന്നെ മറ്റേ അപ്പുറത്തെ സൈഡിലും 2 പോയിൻറ്റ് തിരിച്ചോണം. ഞാൻ കാണിച്ചു തരാം. ആ മാർക്കിൻ്റെ ലെവലിൽ ഈ സൈഡിൽ നമ്മൾ എങ്ങനെ വെക്കുന്നത് അതേ മാർക്കിൽ നിന്ന് അപ്പുറത്ത് വെക്കുകയും വേണം കേട്ടോ. ഇതേ സൈഡിൽ നമ്മൾ അടുത്ര തിരിച്ചെന്ന് വെച്ചാൽ അത്ര തന്നെ ഇവിടെ തിരിച്ചു കൊടുക്കുക. നമുക്ക് വീലായിട്ട് ആകുമ്പോൾ ഇവിടെ 19 റിങ് ടൈച്ചാൽ മതി, നമ്മൾ അപ്പുറത്ത് നിന്ന് അയച്ചെന്നുള്ളൂ. അതേ മോഡൽ ഇവിടെയും ടൈറ്റ് ആയി കൊടുക്കുക. ഇവിടെ അതുപോലെ മാർക്ക് ഉണ്ടാവും, ഇതേ മാർക്ക് നമ്മൾ അപ്പുറത്തും വെക്കുക. അതാണ് ഇതിൻ്റെ ഈ ബൈക്കിൻ്റെ ചെയിൻ്റെ അലോയ്ൻമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കാറിൻ്റെ ആയിരമൊക്കെ പറയല്ലേ, ഈ അലോയ്ൻമെൻറ്റ് കറക്റ്റായി നിൽക്കണം, നല്ല നമുക്ക് കണ്ടോ. പിന്നെ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ചെയിൻ എപ്പോഴും ഈ പ്ലേ വേണം, നമ്മൾ ഫുള്ള് കറക്കി വെക്കുക. എല്ലാ സൈഡും ഇതേ പ്ലേ കിട്ടണം. അല്ലെങ്കിൽ ഒരു സൈഡ് ടൈറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ഒരു ഭാഗം മാത്രം നോക്കി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ചെയിന് പോപ്പുലറായിട്ട് നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നമ്മൾ വൺ സൈഡൊക്കെ ആയി പോലും. അതുകൊണ്ട് എല്ലാ സൈഡും നമ്മൾ വെറുതെ തിരിച്ചിങ്ങനെ ടൈറ്റ് ആക്കിയ ശേഷം ചെയിന് ആ ഒരു ലെവലിൽ വെച്ചതിന് ശേഷം നമ്മൾ സ്പോക്കറ്റ് കുറച്ച് ഈ ചെയിൻ താത്തി പിടിച്ചിട്ട് വേണം സ്പോക്കറ്റ് ടൈറ്റ് ആക്കാൻ. ടൈറ്റ് ആയ ശേഷം അതേപോലെ നമ്മൾ വീലിനട്ടും ഇതുപോലെ തന്നെ ഫുൾ ടൈറ്റ് ആയി കൊടുത്താൽ എത്രയോ പണിയില്ല, നമുക്ക് സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചാൽ എല്ലാ ചെയിനും ഇതേ ഒരു സീലെന്നാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് ഇത് പഠിച്ചാൽ ടൂൾസ് വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. പൾസർ ആണെങ്കിലും ഡിസ്കാർ ആണെങ്കിലും അതിൻ്റെ ടൂൾസ് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇതേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ ചെയിൻ വെക്കുക. നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സിമ്പിളാക്കി. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസിനായി നമ്മളെ ചാനലിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതൊരു ബോൾട്ടാണ് ഇവിടെ വരെ. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.